ഹായ്. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന എന്തെങ്കിലും ഒരു പണി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ കിട്ടിയ ഒന്നാണിത്. ഒരു ചായ മാത്രം ഉണ്ടാക്കാനൊക്കെ എപ്പോഴും ഗ്യാസ് കത്തിക്കുന്നതും അടുപ്പിൽ തീ കൂട്ടുന്നതൊക്കെ ഭയങ്കര മടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഉപകാരമാണ് ആ സമയങ്ങളിലൊക്കെ. വെള്ളം വെച്ചൊരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് ഓഫായി പോവുക, തനിയെ ഓഫായി പോയി ഓട്ടോമാറ്റിക്കായിട്ട് E6 എറർ എന്ന് പറഞ്ഞിട്ട് വരികയാണ്. E6 മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഹീറ്റ് ഡെസിപ്പേഷൻ്റെ സൈഡിലുള്ള എന്തോ പ്രശ്നമാണ്. ഇതിൻ്റെ മുന്നേ ഇത് സെയിം മെഷീൻ തന്നെ ഒരു E3 എറർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്നു. അത് ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ കുറേ സെർച്ച് ചെയ്തൊന്നും കിട്ടാതായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം കിട്ടി. അപ്പോൾ അതൊക്കെ ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ വോൾട്ടേജിൻ്റെ സൈഡിലുള്ള പ്രശ്നമാണ്. അപ്പോൾ പെട്ടെന്ന് വോൾട്ടേജ് കുറഞ്ഞതായിട്ട് ഇതിന് സെൻസ് ചെയ്തിട്ട് എറർ കാണിക്കുന്നതാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അത് ശരിയാക്കി. അതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ എറർ കണ്ടപ്പോഴേക്ക് വീഡിയോ എടുക്കണം എന്ന് തോന്നി. അങ്ങനെ എടുത്തതാണ്. നമുക്കിതൊന്ന് ശരിയാക്കാം. ആ E3 എറർ എങ്ങനെ ശരിയാക്കിയതെന്ന് ഞാൻ അതിൻ്റെ സെക്ഷൻ എത്തുമ്പോൾ പറഞ്ഞുതരാം. ആദ്യം ഇൻഡക്ഷൻ കുക്കർ ഓണാക്കിയിട്ട് ബാക്കിലെ ഫാന് കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. എൻ്റെ കേസിലിപ്പോൾ അത് വർക്ക് ചെയ്യണില്ല. അത് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് കുറച്ച് നേരം വെള്ളം വെച്ചിട്ട് ചൂടായതിൻ്റെ ശേഷം വേണം നോക്കാൻ. ഇൻഡക്ഷൻ കുക്കർ അഴിക്കുന്നതിൻ്റെ മുൻപായിട്ട് സപ്ലൈ ഒക്കെ ഓഫ് ചെയ്തിട്ട് സേഫായിട്ട് അഴിക്കാം. ടോട്ടൽ 5 സ്റ്റാർ സ്ക്രൂ ആണ് വരിക. അത് 5 സേഫായിട്ട് തന്നെ റിമൂവ് ചെയ്യുക. അഴിക്കുമ്പോൾ ടോപ്പ് ലിഡ് റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ആ ഡിസ്പ്ലേയിലേക്ക് വരുന്ന കേബിൾ ആദ്യം ഡിസ്കണക്ട് ചെയ്യുക. ടെമ്പറേച്ചർ സെൻസർ ഊരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹീറ്റിംഗ് എലമെൻറ്റ് ഊരിയെടുക്കണം. അപ്പോൾ അതിന് 3 സ്ക്രൂ ഉണ്ട്. അതഴിച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ടെമ്പറേച്ചർ സെൻസർ ഡിസ്കണക്ട് ചെയ്യാം. ഇതാണ് ഫാനിൻ്റെ സപ്ലൈ വയർ. കേബിൾ നേരെ ഒരു 18 വോൾട്ട് സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു ട്രാൻസിസ്റ്റർ വെച്ചിട്ട് സ്വിച്ച് ചെയ്യുന്ന ഒരു സപ്ലൈയിലേക്ക്. ആദ്യം ആ കേബിൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ആ പോർട്ടിൽ 18 വോൾട്ട് സപ്ലൈ കിട്ടുന്നുണ്ടോ നോക്കണം. ഡയറക്റ്റ് സപ്ലൈ ഓണാക്കിയാൽ ഡയറക്റ്റ് സപ്ലൈ വരില്ല. അതിൻ്റെ ടെമ്പറേച്ചർ സെൻസർ ഒന്ന് ഹീറ്റാക്കിയാൽ അത് സെൻസ് ചെയ്തിട്ട് ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ചെയ്യും. അപ്പോഴേ സപ്ലൈ വരുള്ളൂ. ഇത് SS8050 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസിസ്റ്ററാണ്. NPN ട്രാൻസിസ്റ്ററാണ്. നെഗറ്റീവ് പോളാരിറ്റിയാണ് ഇത് സ്വിച്ച് ചെയ്യുന്നത്. E6 എറർ മെയിനായിട്ട് ഈ ട്രാൻസിസ്റ്ററൊക്കെയാണ് കംപ്ലൈൻറ്റ് വരൽ. ഇത് മാറ്റാനായിട്ട് ആകെ 3 രൂപയൊക്കെ ചിലവ് വരുള്ളൂ. പക്ഷേ കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ 200-300 വാങ്ങും. ആ പോർട്ടിൽ സപ്ലൈ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ടെമ്പറേച്ചർ സെൻസർ കണക്ട് ചെയ്യുക. പിന്നെ വോൾട്ടേജ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു മൾട്ടിമീറ്റർ വേണം. മൾട്ടിമീറ്ററിൽ DC വോൾട്ടേജ് സെറ്റ് ചെയ്യുക. പിന്നെ ഡിസ്പ്ലേ കണക്ടർ കണക്ട് ചെയ്തിട്ട് മെഷീൻ ഓണാക്കുക. ആദ്യം പോർട്ടിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. 18 അല്ലെങ്കിൽ 19 വോൾട്ടേജാണ് കാണിക്കുക. ഇനി കാണിക്കില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹീറ്റ് സെൻസർ ഉണ്ട് ഇതിൽ. അപ്പോൾ ആ ഹീറ്റ് സെൻസർ ഇതാണ് ആ ഹീറ്റ് സെൻസർ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കുക. എന്നിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് വോൾട്ടേജ് കാണിക്കും. വോൾട്ടേജ് കാണിക്കുന്നുണ്ടെങ്കിൽ കൺഫേം ആക്കാം നമുക്ക് അത് ഫാനിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന്. വോൾട്ടേജ് കാണിക്കില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ട്രാൻസിസ്റ്റർ അഴിച്ചിട്ട് മാറ്റി നോക്കേണ്ടി വരും. ഇതിപ്പോൾ സപ്ലൈ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫാനിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഫാന് പുതിയത് മാറ്റണം. അപ്പോൾ അതിനാദ്യം ഫാന് ഫുൾ അഴിച്ചിട്ട് അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എത്രയെന്നൊക്കെ നോക്കിയിട്ട് ആ സെയിം സ്പെക്കിലുള്ളൊരു ഫാന് വേറെ മേടിച്ചാൽ മതി. ഏകദേശം ഒരു 90 അല്ലെങ്കിൽ 80 രൂപയ്ക്ക് സാധനം കിട്ടും. ഞാൻ ഫാൻ മേടിച്ചത് 90 രൂപയ്ക്കാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ട്രാൻസിസ്റ്റർ മേടിച്ചിട്ടുണ്ട്. SS8050 എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസിസ്റ്റർ മേടിച്ചിട്ടുണ്ട്. കണക്ട് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് പൊളാരിറ്റി രണ്ടിനും സെയിം ആണോ നോക്കുക. പക്ഷേ എനിക്ക് കിട്ടിയത് പൊളാരിറ്റി രണ്ടും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഫാനിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ടാവും സപ്ലൈ വരുന്നിടത്ത്. അതുകൊണ്ട് പൊളാരിറ്റി മാറിയാലും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് 2 വയറും പുൾ ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ റിവേഴ്സിൽ തിരിച്ച് വെച്ചാൽ മതി. ഒരു സ്പെയർ വാങ്ങുമ്പോൾ ആ പഴയ സ്പെയർ കൊണ്ടുപോയിട്ട് അതേ സൈസിലുള്ള സ്പെയർ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ചെറിയ
വ്യത്യാസമുള്ളതുകൊണ്ട് കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കണില്ല. അപ്പോൾ ജസ്റ്റ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാനിൻ്റെ കംപ്ലൈൻറ്റ് തന്നെയാണ്. ഈ ഫാന് സൂട്ടാകാത്ത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലെഗിന് കുറച്ച് നീളം കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഷോൾഡറിങ് അയൺ വെച്ചിട്ട് അന്ന് ചെറുതാക്കിയാൽ കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ നിൽക്കും. ഹീറ്റ് കറക്റ്റായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇതിൻ്റെ ടോപ്പിലിട്ട് കറക്റ്റായിട്ട് തന്നെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ 6 എറർ ഏകദേശം കംപ്ലൈൻറ്റ് ഇതൊക്കെ വരിക. പിന്നെയുള്ള E3 എററിൻ്റെയാണ് ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോത്തിലുള്ള 2 റെസിസ്റ്റേഴ്സ്. കൂടുതലായിട്ടും പിന്നെ ഈ 2 റെസിസ്റ്റേഴ്സ് മാറ്റിയാൽ മതി. അത് ഒന്ന് ഹൈ വോൾട്ടേജ് സെൻസ് ചെയ്യാനും ഒന്ന് ലോ വോൾട്ടേജ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഒന്ന് റീപ്ലേസ് ചെയ്താൽ E3 എറർ കുറേയൊക്കെ കംപ്ലൈൻറ്റ് മാറി കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.